ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പോയി കുറേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഇവർക്കറിയില്ല ഇതിൽ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ബെറ്റോ, ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ബെസ്റ്റ് എന്നറിയില്ല. ഓക്കെ, ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലായതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് മീൻസ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എടുത്തിട്ട് കംപ്ലയിൻറ്റ്സ് കുറവുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ്. ഓക്കെ, അതിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിവാബൂപ്പ. നിവാബൂപ്പയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാർ ഹെൽത്ത്. ഇത് രണ്ടും വെച്ച് നോക്കുവാണെങ്കിൽ ഈ സ്റ്റാർ ഹെൽത്ത് മിനിമം 24 hours ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർ ഹെൽത്തിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിവാബൂപ്പയാണെങ്കിൽ മിനിമം 2 മണിക്കൂർ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എമൗണ്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ആയുർവേദ, അലോപ്പതി, യുനാനി, ഹോമിയോ, സിദ്ധ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ആംബുലൻസ് സർവീസ്, എയർ ആംബുലൻസ് സർവീസ്, എവരി ഇയർ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഇതും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലെയിം എമൗണ്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് ആണെങ്കിൽ ഇപ്പോൾ 5 lakh ആണ് നമുക്ക് കവറേജ് എങ്കിൽ ഈ 5 lakh 1 year കൊണ്ട് നമ്മുടെ അതിൻ്റെ വാലിഡിറ്റി മീൻസ് 1 year കൊണ്ട് നമ്മൾ 5 lakh ഫുൾ എടുത്തെങ്കിൽ നമുക്ക് ആ വർഷം തന്നെ ഇപ്പോൾ ആ സെയിം വ്യക്തിക്ക് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലുള്ള വേറെ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആയിരിക്കും, എൻ്റെ അച്ഛൻ്റെ 5 lakh എടുത്തിട്ട് എനിക്ക് കവറേജ് കിട്ടുകയുള്ളൂ. സപ്പോസ് ഇതിപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ നിവാബൂപ്പ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 5 lakh ഹോസ്പിറ്റൽ ബില്ല് എനിക്ക് എൻ്റെ ലിമിറ്റ് 5 lakh ആണെങ്കിൽ എനിക്കൊരു 3.5 ലക്ഷം രൂപ എനിക്ക് ഹോസ്പിറ്റലായി. അത് കഴിഞ്ഞിട്ട് ഈ 5 lakh വീണ്ടും ഫുള്ളാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വർഷം തന്നെ വീണ്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 3 lakh കൂടെ ആകുവാണെങ്കിൽ എനിക്ക് അതും കിട്ടും. എന്ന് വെച്ചാൽ എനിക്ക് ഒരു വർഷം എത്ര വട്ടം 5 lakh വെച്ചിട്ട് എനിക്ക് 5 lakh 5 lakh അണ്ടറിലോ ഇതിപ്പോൾ നമുക്ക് 5 lakh 10 lakh 50 lakh ഇതിൽ നമുക്ക് ഏത് കവറേജ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ പറയുന്നത് 5 lakh 5 lakh അണ്ടർ ആകുവാണെങ്കിൽ എനിക്കത് ആ ഒരു വർഷം എത്ര വട്ടം വേണമെങ്കിലും 5 lakh 5 lakh അണ്ടറിലോ എനിക്ക് എടുക്കാം. പക്ഷെ വേറെ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തു, എനിക്കിപ്പോൾ ഏജ് 23 ആണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തു 23, 24, 25 ഈ 3 വർഷം ഞാൻ റിന്യൂ ചെയ്താൽ എനിക്ക് ഈ 3 വർഷം ഞാൻ ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ 4ാമത്തെ വർഷം വരുമ്പോഴത്തേക്കിന് എനിക്ക് ഇതിൻ്റെ 30% എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് 4ാമത്തെ വർഷം തൊട്ട് എനിക്ക് അടച്ചാൽ മതി. എന്ന് വരെ ക്ലെയിം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏത് ഇയർ വരെ ക്ലെയിം ചെയ്യുന്നു അത്രയും നാളും ഇത്രയും പെർസെൻറ്റേജ് കുറച്ചിട്ടുള്ള എമൗണ്ട് എനിക്ക് അടച്ചാൽ മതി. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നിവാബൂപ്പ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എക്സാമ്പിൾ സ്റ്റാർ ഹെൽത്ത് എടുത്തൊരു ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാർ ഹെൽത്തിൽ ഇപ്പോൾ 5 വർഷത്തെ സീനിയോറിറ്റി ഉണ്ട്, 5 വർഷമായിട്ട് നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിവാബൂപ്പയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് നിവാബൂപ്പയിലോട്ട് വരാൻ തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നാണോ റിന്യൂ ചെയ്യേണ്ടത് അതിനൊരു 30 ദിവസം മുമ്പ് നിങ്ങൾ പോർട്ടിംഗ് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിവാബൂപ്പയിലോട്ട് വരാനായിട്ട് പോർട്ടിംഗ് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോർട്ട് ചെയ്യാവുന്നതാണ്. സെയിം സീനിയോറിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് നിവാബൂപ്പയിൽ കസ്റ്റമർ ആകാനും സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നിവാബൂപ്പ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് HDFCയുടെ ഹെൽത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം അതേപോലെ തന്നെ നിങ്ങൾക്ക് പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് പോലല്ല ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഒരു വർഷം റിന്യൂ ചെയ്യാൻ മറന്നു പോയെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ടൈമുണ്ട്, നമുക്കത് റിന്യൂ ചെയ്യാം, നമ്മുടെ പോളിസി ഒരിക്കലും ക്യാൻസൽ ആകില്ല, അവിടെ കിടക്കും. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ എന്നാണോ റിന്യൂ ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ് കണ്ട് നമുക്കൊരു 30 ദിവസം ഗ്രേസ് പീരീഡ് കിട്ടും. ആ ഒരു ടൈമിൽ നമ്മൾ റിന്യൂ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോളിസി ക്യാൻസൽ ആയിപ്പോവും. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഒരു കസ്റ്റമർ 10 വർഷമായിട്ട് HDFCയിലെ ഒരു കസ്റ്റമറായിരുന്നു. HDFC ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തൊരു കസ്റ്റമറായിരുന്നു. എന്തോ മക്കളുടെ കൂടെ എങ്ങാണ്ട് പുറത്തോട്ട് പോകുന്ന ആ ഒരു ടൈമിലായിരുന്നു ഈ HDFCന്ന് റിന്യൂ ചെയ്യാനായിട്ട് ഇവർക്ക് കോൾ വന്നത്. അങ്ങനെ ഒരു കോൾ വന്ന ടൈമിൽ ഓൾറെഡി കസ്റ്റമറിന് OTP സിമ്മോ കോളോ ഒന്നും വരില്ല, കാരണം വെച്ചാൽ കസ്റ്റമർ അബ്രോഡാണ്. ആ ഒരു ടൈമിൽ 3 മാസം വിസിറ്റിങ്ങിന് പോയൊരു ടൈമിലാണ് ഇവരെ കസ്റ്റമർ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, കോള് ഇവർക്ക് വരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കിന് എന്താ സംഭവിച്ചത്, പോളിസി ക്യാൻസലായിപ്പോയി. കസ്റ്റമർ ഈ 10 വർഷം സീനിയോറിറ്റി ഉള്ള കസ്റ്റമറാണ്, പ്രോപ്പറായിട്ട് റിന്യൂ ചെയ്യാത്തത് കൊണ്ട് പോളിസി ക്യാൻസലായിപ്പോയി. കസ്റ്റമറിൻ്റെ 10 വർഷത്തെ സീനിയോറിറ്റിയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡേറ്റ് നോക്കി വെച്ച് എന്നാണോ റിന്യൂ ചെയ്യേണ്ടത് ആ ഒരു ടൈം നോക്കി നിങ്ങൾ റിന്യൂ ചെയ്യണം. ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇൻഷുറൻസിനെ പറ്റിയോ ഏത് ഹെൽത്തിന് ഈ നിവാബൂപ്പയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.